നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മരണം മുന്നിൽ കണ്ടു കഴിയുന്ന എന്റെ അവസാനത്തെ ആഗ്രഹങ്ങളെ നീ മനഃപൂർവ്വം മറന്നുകളയാണോ നിധി? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വേണമെങ്കിൽ ഗൗതമനോട് എനിക്ക് തന്നെ തുറന്നു പറയാം. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താ? ഞാനായിട്ടത് പറയുന്നതിൽ ഒരു നീതിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു പരിഹാരം നീ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട. പക്ഷെ ഇനി കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എല്ലാം എന്റെ മോനെ അറിയിച്ചേ പറ്റൂ. എന്റെ അവസ്ഥ ആന്റിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ആ ശിവാനി പഴയ അഹങ്കാരമൊക്കെ വിട്ട് നന്നായി വന്നതാ. ഇപ്പൊ അവള് വിഷം കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ ശിവാനിയുടെ പേരിൽ മാത്രം നടക്കുന്നത്. അതിന്റെ ഇടയിൽ ആന്റി കൂടി ഈ പിടിവാശി. നിനക്കപ്പോ ശിവാനിയുടെ കാര്യമാണ് വലുത്. ഞാനിപ്പോ നിനക്കൊരു പ്രശ്നമേ അല്ല. ഒന്ന് ഓർക്കണം, നീ ഞാനൊരു പെറ്റമ്മയാ. നീ ചെയ്തത് ന്യായമാണോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ചത്തുപോയാ പോലും എന്റെ ഈ സങ്കടം നിന്റെ പുറകെ ഉണ്ടാവും. നിർമ്മലാന്റി, പ്ലീസ്, എനിക്കൊരു 10 ദിവസം വേണം. അതിനുള്ളിൽ ഞാൻ ഗൗതമിനോട് എല്ലാം തുറന്നു പറഞ്ഞോളാം. പ്ലീസ് ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്ക്. പറഞ്ഞില്ലേ, ഒരു 10 ദിവസം കൂടി എനിക്കൊന്ന് താ. ഒന്ന് വിശ്വസിക്ക്. നിന്റെ വാക്കുകൾ വിശ്വസിക്കല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴികളില്ലല്ലോ. ഒരു 10 ദിവസം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ എന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും. ഞാനായിട്ട് തന്നെ എല്ലാ സത്യവും ഗൗതമനോട് പറയണോ, അതോ നിന്റെ ആഗ്രഹം പോലെ ഞാനങ്ങ് സ്വയം ചത്തൊടുങ്ങണമെന്ന്? ഒരു കാര്യം ഉറപ്പാ, നീ പറഞ്ഞ 10 ദിവസം കഴിഞ്ഞാ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിച്ചിരിക്കും. പ്രശ്നമൊന്നുമില്ലടാ. നിർമ്മലാന്റെ ഭക്ഷണമൊക്കെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്നും കഴിച്ചോളും. ഞാൻ പോയി ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞോളാം. തൽക്കാലം എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് ഓടി ഓടി വരാൻ പറ്റില്ല. നീ നിർമ്മലാന്റെ ഒന്ന് നോക്കിയേ പറ്റൂ. നിർമ്മലാന്റി വല്ലാത്ത പിടിവാശിയിലായിരുന്നല്ലോ. എന്തു പറഞ്ഞിട്ടാ ചേച്ചി ആന്റിയെ മെരുക്കിയെടുത്തേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആന്റിക്കേ ഞാൻ വരാത്തതിന്റെ പ്രശ്നമായിരുന്നു. കാര്യം പറഞ്ഞപ്പോ ആന്റിക്ക് മനസ്സിലായി. ഇനി പ്രശ്നമൊന്നുമില്ല. പ്രശ്നപരിഹാരം വെറും 10 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അതിനുള്ളിൽ നിർമ്മലാന്റി ആരാണെന്ന സത്യം ഗൗതമേട്ടനോട് തുറന്നു പറയണ്ടേ? നിഖിലേ, നീ എന്താണ് ഈ പറഞ്ഞത്? ഞാനെല്ലാം കേട്ടു വെച്ചി. അപ്പോൾ ഈ നിർമ്മലാനിയുടെ മകനാണ് ഗൗതമേട്ടൻ അല്ലേ? ചേച്ചി പേടിക്കണ്ട, ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. സത്യത്തിൽ ഗൗതമേട്ടൻ്റെ കാര്യം കഷ്ടമാണ്. പെറ്റമ്മ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഇത് തൻ്റെ അമ്മയാണെന്ന് അറിയാൻ ആ പാവത്തിന് കഴിയുന്നില്ലല്ലോ. നിർമ്മലാന്റിയുടെ അവസാന സമയത്ത് കൂടെ നിന്ന് നോക്കേണ്ട ആളല്ലേ ഗൗതമേട്ടൻ. എല്ലാം ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ചിരുന്ന അത് ഗൗതമേട്ടനോട് ചെയ്യുന്ന ചതിയായി പോവില്ലേ ചേച്ചി? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം ചെന്ന് ഗൗതമനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്തുദ്ദേശത്തിലാ 10 ദിവസത്തിനുള്ളിൽ എല്ലാം ഗൗതമേട്ടനെ അറിയിച്ചോളാന്ന് ചേച്ചി ആന്റിക്ക് വാക്ക് കൊടുത്തത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ ചേച്ചി? എനിക്കറിയില്ലടാ. പക്ഷെ തൽക്കാലം വാക്ക് കൊടുക്കല്ലാതെ എനിക്ക് മുമ്പിൽ വേറെ വഴിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ഒരിക്കലും ഗൗതമനെ അറിയിക്കില്ലെന്ന് ഞാൻ പാർവതി അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. പറഞ്ഞോളാന്ന് നിർമ്മല ആന്റിക്ക് ഉറപ്പ് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹമില്ല. സത്യത്തില് ഇതൊരു ബോംബാ. ഈ രഹസ്യം പുറത്തറിഞ്ഞാൽ പല ബന്ധങ്ങളും തകരും.
എന്റെ വായിന്നത് മറ്റൊരാൾ അറിയാൻ പോകുന്നില്ല ചേച്ചി. പക്ഷെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ചേച്ചി. ഇത്രയും വലിയൊരു ഇഷ്യൂ ഈശ്വരമംഗലത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണോ ചേച്ചി ശിവാനിയെ കൂടെ അവിടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്? ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അവള് നന്നാവുമെന്ന്? എന്നേക്കാൾ നന്നായിട്ട് ചേച്ചിക്ക് ശിവാനി അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാ അവളെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, ശിവാനി ജന്മം നന്നാവാൻ പോകുന്നില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ചേച്ചി കാണിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. എന്തായാലും ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ അടുത്തൊരു ആപത്ത് വിളിച്ചു വരുത്തുന്ന പോലെ ആവും. എന്തായാലും ചേച്ചി പോയി ഡോക്ടറിനെ കാണാം. ഐശ്വര്യക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് നീ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഐശ്വര്യയുടെ പ്രണയം വെറും അഭിനയമായിരുന്നു. മോനെ എഴുന്നേക്ക്, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. വേണ്ട, വിശപ്പില്ല എനിക്ക്. മോനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു എന്ന് കരുതി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവോ? വന്ന് കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? ഒരു അല്പം മനസ്സമാധാനം എനിക്ക്. എടാ, നീ എന്തിനാടാ ഏട്ടത്തിയോട് ദേഷ്യപ്പെടുന്നേ? അതിന് ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തേ? അല്ല, ഇവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നിൽക്കുന്നതില് ആരെ വിശ്വസിക്കണമെന്ന് അറിയാത്ത കൺഫ്യൂഷനിലായിരിക്കും ഇവനിപ്പോ. ഏട്ടനും ഏട്ടത്തിയും എന്ന് പറഞ്ഞാ ഇവന്റെ മനസ്സില് ദൈവങ്ങളുടെ സ്ഥാനമല്ലായിരുന്നോ? ആ ദൈവങ്ങൾ തന്നെ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് ഇവൻ ഒരിക്കലും പ്രതീക്ഷ കാണില്ല.